കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. പൊമ്പ്ര അമ്പലംപാടം കഞ്ഞിച്ചാലിൽ 62 വയസ്സുള്ള മറിയയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അസുഖം കൂടിയതിനെ തുടർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡെങ്കിപ്പനി മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അഭ്യർത്ഥിച്ചു. പഞ്ചായത്തിന്റെ ഇടപെടലുകൾ എല്ലാ മേഖലകളിലും നടത്തിയിട്ടുണ്ട്. വീടും പരിസരവും ശുചീകരിക്കുവാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇതുവരെ 100ഓളം ഡെങ്കിപ്പനി കേസുകളാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിപ്പോർട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാ വാർഡുകളിലും മഴയുടെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് എല്ലാ വാർഡുകളിലും ശുചീകരണ പരിപാടികളൊക്കെ ആരംഭിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഡെങ്കി ഡെത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ മുറയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ സ്കൂളിലത്തെ NSSൻ്റെ കുട്ടികളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും കുടുംബശ്രീ ഹരിതകർമ്മസേന എല്ലാവരും കൂടി എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ 100ലധികം കേസുകൾ റിപ്പോർട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഇന്നൊരു ഡെത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കരിമ്പുഴ പഞ്ചായത്തിൽ മറ്റേ ആരോഗ്യ പ്രവർത്തകരെയും ക്ലബ്ബുകാരെയും വിളിച്ച് യോഗങ്ങൾ ചേരുകയും തുടർന്ന് വാർഡുകളിൽ കമ്മിറ്റി കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ ഒരു ഡെത്ത് സംഭവിച്ചു. ഇതിൻ്റെ മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ഒരു എലിപ്പനി മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം നോക്കിയപ്പോൾ അവരുടെ വീടുകളിൽ മറ്റേ നായക്കളെ വളർത്തുന്ന കുറച്ച് സങ്കേതങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ അന്വേഷിച്ച് പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 15-ാം തീയതി നമ്മളെ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയൊക്കെ വിളിച്ചുകൊണ്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മറ്റേ റബ്ബർ ഉടമ കർഷകരെയും കവുങ്ങ് കർഷകരെയും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷീര കർഷകരെ വിളിച്ചിട്ട് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കാണ് ഇപ്പോൾ ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്.